സംഗം നഗർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അത് ഭക്ഷണത്തിന് പ്രസിദ്ധി ആർജിച്ചിരുന്നു. അകലെ നിന്നുപോലും ജനങ്ങൾ സംഗം നഗറിലേക്ക് വന്നുകൊണ്ടിരുന്നു. സംഗം നഗറിലെ അങ്ങാടിയിലുള്ള കടകളെല്ലാം ഭക്ഷണശാലകളായിരുന്നു. ചിലത് തട്ടുകടകൾ, ചിലത് ഇഡ്ഡലിക്കടകൾ, ചിലത് ചൈനീസ് സ്റ്റോൾ, ചിലത് ബിരിയാണി കടകൾ. എല്ലാവരും അവരവരുടെ ഹോട്ടൽ നടത്തുന്നതിൽ സന്തോഷിച്ചു. എന്താ സ്വാമി, കച്ചവടമെല്ലാം എങ്ങനെയുണ്ട്? അടിപൊളിയായി നടക്കുന്നുണ്ട്. രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. വളരെ സന്തോഷം. എന്റെ തട്ടുകടയും നന്നായി പോകുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിനും വൈകുന്നേരത്തെ ഭക്ഷണത്തിനും കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. എന്റെ ചൈനീസ് കോർണറും രാത്രി നന്നായി പോകുന്നു. അത് ശരിയാ, പക്ഷേ നിന്റെ കടയിലാണ് ആൾക്കാർ കൂടി നിൽക്കുന്നത്. ആ പിന്നെ അല്ലാതെ ചൈനീസ് ഭക്ഷണമാണ് ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടം. അത് ഞാൻ സമ്മതിക്കില്ല. സൗത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് ഇന്ത്യയിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ആലു പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ആലു പൊറോട്ട കഴിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ചൈനീസ് എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇഡ്ഡലി എല്ലാവരും കഴിക്കും. ജനങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് ഭക്ഷണപ്രിയരായ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഗ്രാമത്തിലുള്ള കാരണവന്മാരെ ജീവിതത്തിൽ എത്രയോ തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. വരൂ, നമുക്ക് അവരോട് ചോദിക്കാം. ആ ശരി, നമുക്ക് പോവാം. 3 ഹോട്ടൽ ഉടമകളും ഗ്രാമത്തിലെ അമ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് വിശേഷം? നിങ്ങൾ 3 പേരും ഒന്നിച്ചു വന്നിരിക്കണു. അത്ഭുതം തന്നെ. ചെറിയച്ച, ഒരു കാര്യം പറയൂ. ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, ചൈനീസോ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണല്ലോ. ഇന്ത്യയിൽ ഓരോ ഭാഗങ്ങളിലും ഉള്ളവർക്ക് പലതരത്തിലുള്ള ഭക്ഷണമാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണോ? ഒരേ ഒരു വഴിയുള്ളൂ, കോമ്പറ്റീഷൻ നടത്തണം. അല്ല സാറേ, അതെന്താ കോമ്പറ്റീഷൻ? അതൊന്ന് വിശദമാക്കാമോ? നിങ്ങൾ 3 പേരും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കണം. എന്നിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ വെക്കണം. എന്നിട്ട് അവർ ഓരോരുത്തരും കഴിച്ചിട്ട് പറയും അവർക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന്. അമ്മാവാ, അവരത് എങ്ങനെ ഞങ്ങളോട് പറയാ? ഇപ്പൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നില്ലേ? ലൈക്ക്, ഡിസ്ലൈക്ക്. ആരുടെ ഫുഡാണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫുഡിന്റെ മുന്നിൽ ലൈക്ക് എന്ന ഒരു അടയാളം കാണിക്കും. ഇതാ ഇങ്ങനെ. ഇത് കൊള്ളാമല്ലോ. ഇത് ശരിക്കൊരു ഉഗ്രൻ ഐഡിയ. അങ്ങനെ ആവുമ്പോ ഒരുപാട് പേർക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മനസ്സിലാവും. അത് മാത്രമല്ല, നമുക്ക് പബ്ലിസിറ്റിയും കിട്ടും. നമ്മുടെ എല്ലാവരുടെയും കട ഫേമസ് ആവും. എനിക്ക് ഈ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. നന്ദി ചെറിയച്ച. വൃദ്ധനായ അമ്മാവിന്റെ ഐഡിയ പ്രകാരം 3 കട ഉടമസ്ഥന്മാരും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതരായി. ഗ്രാമം മുഴുവനും പോസ്റ്റേഴ്സ് ഒട്ടിച്ചു. ഈ മത്സരം വളരെ പ്രത്യേകതയുള്ളതായതുകൊണ്ട് വളരെ വേഗം ഗ്രാമത്തിലെങ്ങും പരന്നു. ആ മത്സരം കവർ ചെയ്യാനായി ന്യൂസ് റിപ്പോർട്ടേഴ്സും അവിടേക്ക് വന്നു. മത്സരം ഗ്രാമത്തിലെ മൈതാനത്തിലാണ് നടത്തിയത്. അവിടെ 3 ഹോട്ടൽ ഉടമസ്ഥന്മാരും അവരുടെ പാചകക്കാരും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ തയ്യാറായി. ഹർദീപ് സാർ, ഈ കോമ്പറ്റീഷൻ ഐഡിയ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ കോമ്പറ്റീഷൻ ഐഡിയ ഞങ്ങൾക്ക് തന്നത് ഹർദീപ് അല്ല, എന്റെ ചെറിയച്ഛൻ തന്ന ഐഡിയ ആണിത്. അതെയോ? എന്തിനു വേണ്ടിയാ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സംശയം. ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന്. അപ്പോൾ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നതിന്റെ കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണല്ലേ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, അതോ ചൈനീസോ? ഇതറിയാനായി തുടർന്ന് കാണുക കുക്കു TV. എല്ലാ പാചകക്കാരും അവരവരുടെ പാചകമുറകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ചിലർ വലിയ പാത്രത്തിൽ മൈദ കുഴച്ചുകൊണ്ടിരുന്നു. ചിലർ വലിയ ചീനച്ചട്ടികളിൽ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരുപാട് ജനങ്ങൾ അവിടെ കൂടി. ചില മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മേശയിൽ നിരന്നു. സ്വാമി ഒരു വലിയ മസാല ദോശ ഉണ്ടാക്കി. ചീൻ പ്രത്യേക സൂപ്പും അതുപോലെ നൂഡിൽസും ഉണ്ടാക്കി. അതേസമയം ഹർജിത്ത് വലിയ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ വരുന്നവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ 3 ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കി അവരവരുടെ അഭിപ്രായം പറയണം. ഇന്ത്യയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഏതാണെന്ന് അറിയാൻ അത് ഞങ്ങളെ സഹായിക്കും. അത് കേട്ടപ്പോൾ കാണികളുടെ ഉത്സാഹം വർദ്ധിച്ചു. ആദ്യം വന്നതൊരു ചെറിയ കുട്ടിയായിരുന്നു. അവൾ ആദ്യം പൊറോട്ട കഴിച്ചു, പിന്നീട് വലിയ മസാല ദോശ,
അതിനുശേഷം നൂഡിൽസും കഴിച്ചു. കുട്ടി നൂഡിൽസ് ലൈക്ക് ചെയ്തു. ആദ്യത്തെ ലൈക്ക് നൂഡിൽസിനാണ്. അതിനുശേഷം ഓരോരുത്തരായി പലരും വന്നു. ചിലർക്ക് പറോട്ട ഇഷ്ടപ്പെട്ടു, ചിലർക്ക് മസാല ദോശയും, ചിലർക്ക് ചൈനീസ് നൂഡിൽസും ഇഷ്ടപ്പെട്ടു. ചൈനീസ് ഫുഡിന് 40 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാബി ഫുഡിന് 39 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡിന് 41 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ കോമ്പറ്റീഷൻ അവസാനിച്ചിട്ടില്ല. ഇനി 2 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വാമി മനസ്സിനുള്ളിൽ ചിന്തിച്ചു, അയാളാണ് ജയിക്കുക എന്ന്. അല്പനേരത്തിനുള്ളിൽ വീണ്ടും ആളുകൾ വരാൻ തുടങ്ങി. അവരും ഓരോന്നോരോന്നായി ഭക്ഷണം കഴിച്ചു, ലൈക്സ് അറിയിച്ചു. ഇതോടുകൂടി മത്സരം അവസാനിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബി, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് 3 പേർക്ക് 100 ലൈക്സ് വീതം കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഹർദീപും സ്വാമിയും ചിങ്ങും ആശയക്കുഴപ്പത്തിലായി. അയ്യോ, ഇപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന്? ആർക്കറിയാം? അപ്പോൾ അവിടേക്ക് വൃദ്ധനായ അമ്മാവൻ കടന്നു വന്നു. നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഈ മത്സരം മുഖേന ഏത് ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാകുക എന്ന്? ഞങ്ങൾക്കെല്ലാം 100 ലൈക്സ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലേ? എന്താ അത്? നിങ്ങൾ 3 പേരും ഉണ്ടാക്കിയ ഭക്ഷണം ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇതാണ് ഉത്തരം. ഭക്ഷണം ഇന്ത്യയെ ഒരുമിച്ച് ചേർക്കും, പിരിക്കില്ല. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് പോലെ ഡൽഹിയിലുള്ളവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. പഞ്ചാബിലെ പൊറോട്ട ബംഗാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കും. പിന്നെ ചൈനീസ് ഫുഡിന്റെ രുചി കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ ഒരിക്കലും മാറില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ ഭാഷയാണെന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്ത്യ ഒരു വൈവിധ്യമുള്ള രാഷ്ട്രമായി പ്രസിദ്ധമായിരിക്കുന്നു. ഈ ഫുഡ് കോമ്പറ്റീഷൻ ടിവിയിൽ ലൈവായി സംപ്രേഷണം ചെയ്തു. ഇപ്പൊ കണ്ടോ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ ഇന്ത്യയെ എങ്ങനെയാ ഒരുമിച്ച് ചേർത്തത് എന്ന്? ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് ശരിയാ. ഇവരുടെ ഗ്രാമത്തിലുള്ള ഈ അമ്മാവൻ വളരെ ബുദ്ധിശാലിയാണ്. സംഗം നഗർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അത് ഭക്ഷണത്തിന് പ്രസിദ്ധി ആർജിച്ചിരുന്നു. അകലെ നിന്നുപോലും ജനങ്ങൾ സംഗം നഗറിലേക്ക് വന്നുകൊണ്ടിരുന്നു. സംഗം നഗറിലെ അങ്ങാടിയിലുള്ള കടകളെല്ലാം ഭക്ഷണശാലകളായിരുന്നു. ചിലത് തട്ടുകടകൾ, ചിലത് ഇഡ്ഡലി കടകൾ, ചിലത് ചൈനീസ് സ്റ്റോൾ, ചിലത് ബിരിയാണി കടകൾ. എല്ലാവരും അവരവരുടെ ഹോട്ടൽ നടത്തുന്നതിൽ സന്തോഷിച്ചു. എന്താ സ്വാമി, കച്ചവടമെല്ലാം എങ്ങനെയുണ്ട്? അടിപൊളിയായി നടക്കുന്നുണ്ട്. രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. വളരെ സന്തോഷം. എന്റെ തട്ടുകടയും നന്നായി പോകുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിനും വൈകുന്നേരത്തെ ഭക്ഷണത്തിനും കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. എന്റെ ചൈനീസ് കോർണറും രാത്രി നന്നായി പോകുന്നു. അത് ശരിയാ, പക്ഷേ നിന്റെ കടയിലാണ് ആൾക്കാർ കൂടി നിൽക്കുന്നത്. ആ പിന്നെ അല്ലാതെ ചൈനീസ് ഭക്ഷണമാണ് ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടം. അത് ഞാൻ സമ്മതിക്കില്ല. സൗത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് ഇന്ത്യയിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ആലു പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ആലു പൊറോട്ട കഴിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ചൈനീസ് എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇഡ്ഡലി എല്ലാവരും കഴിക്കും. ജനങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് ഭക്ഷണപ്രിയരായ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഗ്രാമത്തിലുള്ള കാരണവന്മാരെ ജീവിതത്തിൽ എത്രയോ തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. വരൂ, നമുക്ക് അവരോട് ചോദിക്കാം. ആ ശരി, നമുക്ക് പോവാം. 3 ഹോട്ടൽ ഉടമകളും ഗ്രാമത്തിലെ അമ്മാവന്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് വിശേഷം? നിങ്ങൾ 3 പേരും ഒന്നിച്ചു വന്നിരിക്കണു. അത്ഭുതം തന്നെ. ചെറിയച്ചാ, ഒരു കാര്യം പറയൂ. ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, ചൈനീസോ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണല്ലോ. ഇന്ത്യയിൽ ഓരോ ഭാഗങ്ങളിലും ഉള്ളവർക്ക് പലതരത്തിലുള്ള ഭക്ഷണമാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണോ? ഒരേ ഒരു വഴിയുള്ളൂ, കോമ്പറ്റീഷൻ നടത്തണം. അല്ല സാറേ, അതെന്താ കോമ്പറ്റീഷൻ? അതൊന്ന് വിശദമാക്കാമോ? നിങ്ങൾ 3 പേരും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കണം. എന്നിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ വെക്കണം. എന്നിട്ട് അവർ ഓരോരുത്തരും കഴിച്ചിട്ട് പറയും അവർക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന്. അമ്മാവാ,
അവരത് എങ്ങനെ ഞങ്ങളോട് പറയാ? ഇപ്പൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നില്ലേ? ലൈക്ക്, ഡിസ്ലൈക്ക്. ആരുടെ ഫുഡാണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫുഡിന്റെ മുന്നിൽ ലൈക്ക് എന്ന ഒരു അടയാളം കാണിക്കും. ഇതാ ഇങ്ങനെ. ഇത് കൊള്ളാമല്ലോ. ഇത് ശരിക്കൊരു ഉഗ്രൻ ഐഡിയ. അങ്ങനെ ആവുമ്പോ ഒരുപാട് പേർക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മനസ്സിലാവും. അത് മാത്രമല്ല, നമുക്ക് പബ്ലിസിറ്റിയും കിട്ടും. നമ്മുടെ എല്ലാവരുടെയും കട ഫേമസ് ആവും. എനിക്ക് ഈ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. നന്ദി ചെറിയച്ച. വൃദ്ധനായ അമ്മാവന്റെ ഐഡിയ പ്രകാരം 3 കട ഉടമസ്ഥന്മാരും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതരായി. ഗ്രാമം മുഴുവനും പോസ്റ്റേഴ്സ് ഒട്ടിച്ചു. ഈ മത്സരം വളരെ പ്രത്യേകതയുള്ളതായതുകൊണ്ട് വളരെ വേഗം ഗ്രാമത്തിലെങ്ങും പരന്നു. ആ മത്സരം കവർ ചെയ്യാനായി ന്യൂസ് റിപ്പോർട്ടേഴ്സും അവിടേക്ക് വന്നു. മത്സരം ഗ്രാമത്തിലെ മൈതാനത്തിലാണ് നടത്തിയത്. അവിടെ 3 ഹോട്ടൽ ഉടമസ്ഥന്മാരും അവരുടെ പാചകക്കാരും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ തയ്യാറായി. ഹർദീപ് സാർ, ഈ കോമ്പറ്റീഷൻ ഐഡിയ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ കോമ്പറ്റീഷൻ ഐഡിയ ഞങ്ങൾക്ക് തന്നത് ഹർദീപ് അല്ല, എന്റെ ചെറിയച്ഛൻ തന്ന ഐഡിയ ആണിത്. അതെയോ? എന്തിനു വേണ്ടിയാ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സംശയം. ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന്. അപ്പോൾ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നതിന്റെ കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണല്ലേ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, അതോ ചൈനീസോ? ഇതറിയാനായി തുടർന്ന് കാണുക കുക്കു TV. എല്ലാ പാചകക്കാരും അവരവരുടെ പാചകമുറകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ചിലർ വലിയ പാത്രത്തിൽ മൈദ കുഴച്ചുകൊണ്ടിരുന്നു. ചിലർ വലിയ ചീനച്ചട്ടികളിൽ ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരുപാട് ജനങ്ങൾ അവിടെ കൂടി. ചില മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മേശയിൽ നിരന്നു. സ്വാമി ഒരു വലിയ മസാല ദോശ ഉണ്ടാക്കി. ചീൻ പ്രത്യേക സൂപ്പും അതുപോലെ നൂഡിൽസും ഉണ്ടാക്കി. അതേസമയം ഹർജിത്ത് വലിയ പറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ വരുന്നവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ 3 ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കി അവരവരുടെ അഭിപ്രായം പറയണം. ഇന്ത്യയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഏതാണെന്ന് അറിയാൻ അത് ഞങ്ങളെ സഹായിക്കും. അത് കേട്ടപ്പോൾ കാണികളുടെ ഉത്സാഹം വർദ്ധിച്ചു. ആദ്യം വന്നതൊരു ചെറിയ കുട്ടിയായിരുന്നു. അവൾ ആദ്യം പറോട്ട കഴിച്ചു, പിന്നീട് വലിയ മസാല ദോശ, അതിനുശേഷം നൂഡിൽസും കഴിച്ചു. കുട്ടി നൂഡിൽസ് ലൈക്ക് ചെയ്തു. ആദ്യത്തെ ലൈക്ക് നൂഡിൽസിനാണ്. അതിനുശേഷം ഓരോരുത്തരായി പലരും വന്നു. ചിലർക്ക് പറോട്ട ഇഷ്ടപ്പെട്ടു, ചിലർക്ക് മസാല ദോശയും, ചിലർക്ക് ചൈനീസ് നൂഡിൽസും ഇഷ്ടപ്പെട്ടു. ചൈനീസ് ഫുഡിന് 40 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാബി ഫുഡിന് 39 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡിന് 41 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ കോമ്പറ്റീഷൻ അവസാനിച്ചിട്ടില്ല. ഇനി 2 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വാമി മനസ്സിനുള്ളിൽ ചിന്തിച്ചു, അയാളാണ് ജയിക്കുക എന്ന്. അല്പനേരത്തിനുള്ളിൽ വീണ്ടും ആളുകൾ വരാൻ തുടങ്ങി. അവരും ഓരോന്നോരോന്നായി ഭക്ഷണം കഴിച്ചു, ലൈക്സ് അറിയിച്ചു. ഇതോടുകൂടി മത്സരം അവസാനിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബി, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് 3 പേർക്ക് 100 ലൈക്സ് വീതം കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഹർദീപും സ്വാമിയും ചിങ്ങും ആശയക്കുഴപ്പത്തിലായി. അയ്യോ, ഇപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന്? ആർക്കറിയാം? അപ്പോൾ അവിടേക്ക് വൃദ്ധനായ അമ്മാവൻ കടന്നു വന്നു. നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഈ മത്സരം മുഖേന ഏത് ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാകുക എന്ന്? ഞങ്ങൾക്കെല്ലാം 100 ലൈക്സ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലേ? എന്താ അത്? നിങ്ങൾ 3 പേരും ഉണ്ടാക്കിയ ഭക്ഷണം ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇതാണ് ഉത്തരം. ഭക്ഷണം ഇന്ത്യയെ ഒരുമിച്ച് ചേർക്കും, പിരിക്കില്ല. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് പോലെ ഡൽഹിയിലുള്ളവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. പഞ്ചാബിലെ പൊറോട്ട ബംഗാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കും. പിന്നെ ചൈനീസ് ഫുഡിന്റെ രുചി കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ ഒരിക്കലും മാറില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ ഭാഷയാണെന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്ത്യ ഒരു വൈവിധ്യമുള്ള രാഷ്ട്രമായി പ്രസിദ്ധമായിരിക്കുന്നു. ഈ ഫുഡ് കോമ്പറ്റീഷൻ ടിവിയിൽ ലൈവായി സംപ്രേഷണം ചെയ്തു. ഇപ്പൊ കണ്ടോ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ ഇന്ത്യയെ എങ്ങനെയാ ഒരുമിച്ച് ചേർത്തത് എന്ന്? ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് ശരിയാ. ഇവരുടെ ഗ്രാമത്തിലുള്ള ഈ അമ്മാവൻ വളരെ ബുദ്ധിശാലിയാണ്. ഇതാണ് കബീർ.
കബീർ സിംഗ്. കബീർ സിംഗ് ഒരു ഇന്ത്യക്കാരനാണ്. അവൻ ഉപരിപഠനത്തിന് വേണ്ടി യുഎസിലേക്ക് എത്തിയതാണ്. ഈയിടെയായിട്ട് കബീർ സിംഗ് കുറച്ച് വിഷമത്തിലാ. കാരണം കയ്യിൽ പണം കുറവായിരുന്നു. ഏയ് കബീറെ, നിനക്ക് ഞാനൊരു പുതിയ ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ബർഗർ കടയിലാണെന്നേ. നീ ഇന്ന് തന്നെ പൊക്കോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ജോലി തട്ടിയെടുക്കും. ഇല്ലില്ല, നീ പേടിക്കണ്ട, ഇന്ന് തന്നെ ഞാൻ പൊക്കോളാം. കബീർ ബർഗർ ഷോപ്പിൽ ഇന്റർവ്യൂവിന് പോയി. അവിടെ അവന് ആ ജോലി ലഭിച്ചു. അന്ന് മുതൽ തന്നെ അവൻ അവിടെ ജോലി ചെയ്യാനും തുടങ്ങി. സത്യത്തിൽ അവന് ബർഗർ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. അവൻ ബർഗർ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പഠിച്ചു. യുവർ ഓർഡർ മാം. താങ്ക് യു. കബീർ സിംഗ് സന്തുഷ്ടനായിരുന്നു. കാരണം അവന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു, കൂടാതെ ഭക്ഷണവും. കുറച്ചു നാളുകൾ കബീർ സിംഗിന് വളരെ നല്ലതായി കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് അത് അവന് മുഷിച്ചിലുണ്ടാക്കി. അവന് മസാലയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. എടോ, നിങ്ങൾ ഈ മസാല ഇല്ലാത്ത ഭക്ഷണം എങ്ങനെയാ കഴിക്കുന്നേ? വൈ ഡോണ്ട് യു ലൈക്ക് ദിസ്? എനിക്കിത് കഴിച്ച് കഴിച്ച് ബോറടിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ. അടുത്ത ദിവസം കബീർ ബർഗർ ഷോപ്പിലേക്ക് വരുന്ന വഴിക്ക് അവന്റെ നോട്ടം കടയിലിരിക്കുന്ന മാഗി പാക്കറ്റിലുടക്കി. ആ, ഇന്ന് ബർഗറിന് പകരം മാഗി കഴിക്കാം. ഒന്നുമില്ലെങ്കിലും ടേസ്റ്റി ആയിരിക്കുമല്ലോ. കബീർ ആ കടയിൽ നിന്നും ഒരു പാക്കറ്റ് മാഗി വാങ്ങി. അവൻ എല്ലാ ദിവസത്തെയും പോലെ ബർഗർ ഷോപ്പിൽ ജോലി തുടങ്ങി. രാത്രിയിൽ ബർഗർ ഷോപ്പ് അടച്ചപ്പോൾ എല്ലാ ജോലിക്കാരും അവരവർക്കുള്ള ബർഗറുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. എന്നാൽ കബീർ തനിക്ക് വേണ്ടി മാഗിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അവൻ അത് ആസ്വദിച്ച് കഴിച്ചു. അന്നു മുതൽ കബീർ ചില ദിവസം ബർഗറും ചിലപ്പോഴൊക്കെ മാഗിയും കഴിക്കാൻ തുടങ്ങി. അവൻ ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം ബർഗർ ഷോപ്പിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കബീറിന് ഒരു ജോലിയും ഇല്ലായിരുന്നു. എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് അവൻ ആലോചിച്ചു. അവൻ ബാഗിൽ നിന്നും മാഗി നൂഡിൽസ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ടുഡേ അഗൈൻ മാഗി? വാട്ട് ഈസ് ഹാപ്പൻ ടു യു കബീർ? ഏയ് അല്ല, ഇന്ന് പുതിയൊരു കാര്യം ചെയ്യാൻ പോവാ. കബീർ ബർഗറിൽ നിന്നും ബൺ എടുത്തു. എന്നിട്ട് മാഗി ഉണ്ടാക്കി. പിന്നീട് മാഗി എടുത്ത് പാറ്റീസ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ മാഗി കൊണ്ടൊരു പാറ്റീസ് ഉണ്ടാക്കി. ആഹാ, ഇത് കൊള്ളാലോ. ഇത് നല്ല വട്ടത്തിലായല്ലോ. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. കബീറിന് സന്തോഷമായി. അവൻ മാഗിയുടെ ഒരു പാറ്റി കൂടി ഉണ്ടാക്കി. വൗ, ദിസ് ഡിഷ് ലുക്സ് ഡിലീഷ്യസ്. ഈവൻ ഐ വാണ്ട് വൺ. കബീറും ആ വിദേശിയും ചേർന്ന് മാഗിയുടെ ബർഗർ ഉണ്ടാക്കി. എന്നിട്ടത് കഴിക്കാനും തുടങ്ങി. രണ്ടുപേർക്കും ആ ബർഗർ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. കബീർ, ദിസ് ഡിഷ് വാസ് awesome. I want one more. കബീർ വീണ്ടും വീണ്ടും ഓരോ ബർഗർ വീതം ഉണ്ടാക്കി. രണ്ടുപേരും രുചിയോടെ അത് വീണ്ടും കഴിച്ചു. അന്നവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവൻ പുതുതായി ഒരു കാര്യം ചെയ്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ബർഗർ ഷോപ്പിന്റെ മുതലാളി കബീറിന്റെ അരികിലെത്തി. അയാൾ മാഗി ബർഗറിനെ പറ്റി നല്ലത് കേട്ടറിഞ്ഞിരുന്നു. അദ്ദേഹത്തിനും ആ ബർഗർ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കബീർ അദ്ദേഹത്തിന് വേണ്ടിയും മാഗി ബർഗർ ഉണ്ടാക്കി. This is good. Add this to the menu. I'll give you 10% commission. Well done, boy. ഇത് കേട്ട് കബീറിന് വലിയ സന്തോഷമായി. അവന്റെ മാഗി ബർഗർ അവിടുത്തെ മെനുവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അതിന്റെ പേരിൽ 10% കമ്മീഷനും കിട്ടാൻ പോകുന്നു. ഇനി എന്റെ പഠനം എളുപ്പമായി നടക്കുമായിരിക്കും. പിന്നെ കാശിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കാൻ വേണ്ടി വരില്ലല്ലോ. കുറച്ച് മാസങ്ങൾ കൂടി അവൻ ആ ബർഗർ ഷോപ്പിൽ ജോലി ചെയ്തു. അവന് സാലറിയോടൊപ്പം കമ്മീഷനും കൂടെ കിട്ടാൻ തുടങ്ങി. അതിനുശേഷം കബീറിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അവന്റെ പഠനം അവസാനിച്ചു. കബീർ നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ അവന് വലിയൊരു ഹോട്ടലിൽ മാനേജറായിട്ട് ജോലിയും കിട്ടി. കുറച്ച് വർഷങ്ങൾ കൂടി സന്തോഷത്തോടെ കടന്നുപോയി. പക്ഷെ അവന് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം കബീർ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എന്താ മോനെ, നീ എന്താലോചിച്ച വിഷമിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, എന്റെ ജോലി നല്ലത് തന്നെയാ. പക്ഷെ എനിക്കൊരു സന്തോഷമില്ല. ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലോ? അതിന് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങ്. അത് ശരി തന്നെ, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇത്രയും നല്ല ജോലിയാണ്, പിന്നെ ശമ്പളവും നല്ലത് തന്നെ. നോക്ക് മോനെ, നമ്മുടെ മനസ്സിഷ്ടപ്പെടുന്ന ജോലിയാ
ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. അത് ശരിയാണച്ചാ. എന്റെ മനസ്സിനിഷ്ടം മാഗി ബർഗർ ഉണ്ടാക്കുന്നതിലായിരുന്നു. എന്നാ പിന്നെ മോനെ എന്താലോചിക്കാൻ, മാഗി ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂന്നേ. ഓഹ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ വരുമാനമില്ലെങ്കിലോ? ഓ മോനെ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാ എന്റെ പ്രായം ഒത്തി കഴിയുമ്പോ നേരത്തെ എന്തുകൊണ്ട് തുടങ്ങില്ല എന്ന് ആലോചിച്ച് നീ വിഷമിക്കും. നിന്റെ കയ്യിൽ ഇപ്പോഴും സമയമുണ്ട്. ജോലിയൊക്കെ വീണ്ടും വേണമെങ്കിൽ കിട്ടുമല്ലോ. ആ ശരി അച്ഛാ. കബീറിന്റെ അച്ഛൻ അവന് നല്ല പ്രോത്സാഹനം കൊടുത്തു. എന്നിട്ടും അവന് സംശയമായിരുന്നു. അവനിപ്പോ നല്ലൊരു വലിയ ഹോട്ടലിന്റെ മാനേജറാണ്. അതുപോലെ നല്ല ശമ്പളവും ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് വരും. എങ്കിലും അവൻ ടൗണിലെ തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ ഒരു കട റെന്റിനെടുത്തു. അവിടെ തന്റെ മാഗി ബർഗറിന്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇതെന്ത് ബർഗറാണ്? ആ ഇത് ആക്ച്വലി മാഗിയുടെ ബർഗറാ. ശരിക്കും നല്ല ടേസ്റ്റാ. ഒന്ന് കഴിച്ചു നോക്കുന്നോ? ശരി ചേട്ടാ, നോക്കട്ടെ. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ പ്രത്യേകിച്ചൊരു ലാഭവുമില്ലാതെ കടന്നുപോയി. പതിയെ പതിയെ അവന്റെ കച്ചവടം പൊടി പൊടിച്ചു. കോളേജിൽ നിന്നും കുട്ടികൾ മാഗി ബർഗർ കഴിക്കുവാനായി ദൂരെ നിന്ന് പോലും വരാൻ തുടങ്ങി. കബീർ സ്റ്റാഫിനെ കൂടുതലായി വെച്ചു. മാഗി ബർഗറിൽ വെറൈറ്റികളും കൊണ്ടുവന്നു. ചീസ് മാഗി ബർഗർ, ഷെസ്വാൻ മാഗി ബർഗർ, അങ്ങനെ. അതോടെ കബീറിന്റെ ബർഗർ ഷോപ്പ് യങ്സ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഫുഡ് കോർട്ടായി മാറി. 6 മാസത്തിനുള്ളിൽ കബീർ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ 3 പുതിയ ബ്രാഞ്ചുകളും. കബീറിന്റെ മാഗി ബർഗറിന് അതിശയകരമായ കച്ചവടമായിരുന്നു. അവന്റെ വീട്ടുകാരെ എല്ലാവരെയും ഈ കച്ചവടത്തിൽ അവൻ പങ്കാളികളാക്കി. അവന്റെ സഹോദരങ്ങളും കസിൻസുമെല്ലാം ഒരേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു, അതും ബർഗർ സിംഗിൽ. 6 വർഷത്തിനുള്ളിൽ കബീറിന്റെ ബർഗർ സിംഗ് ഒരു വലിയ ഫുഡ് ചെയിനായി മാറി. ഇന്ത്യയിലെ 30 നഗരങ്ങളിൽ അവർ ബ്രാഞ്ചുകൾ തുറന്നു. ഒരു ദിവസം കബീറും അവന്റെ അച്ഛനും അവരുടെ ഏറ്റവും പുതിയ ഓഫീസ് ബിൽഡിംഗിൽ ഇരിക്കുകയായിരുന്നു. മോനെ, ഓർമ്മയുണ്ടോ ആ രാത്രി നീ ആകെ വിഷമിച്ചു നിന്ന സമയം? ആ അച്ഛാ, അതെങ്ങനെ മറക്കാനാ. അന്ന് അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ബർഗർ സിംഗ് ഉണ്ടാവില്ലായിരുന്നു.